ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ്റെ രാമുണി മാമയുടെ കാര്യങ്ങളൊക്കെ അമ്മയോട് മകൻ ചോദിക്കുവാണ് ഗംഗേട്ടൻ. അപ്പം നീ എന്താണ് ഇതൊക്കെ എന്നോട് ചോദിക്കണേ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മാലതിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ വിളിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതൊന്നും അല്ല, എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഇത് ചോദിച്ചതെന്ന് എനിക്ക് അറിയാമെന്ന് അമ്മ മോനോട് പറയുമ്പോൾ ഒന്നുമില്ലമ്മേ, വെറുതെ ചോദിച്ചതാണെന്ന് പറയാം. അന്ന് ചെയ്ത മഹാപാപത്തിന് തിരിച്ചടി തുടങ്ങിയോ എന്നൊരു സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ഞെട്ടലോടെ മോനെ നോക്കുക. ആര് തിരിച്ചടിക്കുന്നെന്ന് നീ പറയുന്നത്? നീ എന്നതാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ വിധി അല്ലാണ്ട് ആരാ അമ്മയെന്ന് മോൻ അമ്മയോട് ചോദിച്ചു. അമ്മ അന്നേരം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് അമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരിറങ്ങി. അപ്പോഴും അമ്മ ഇവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക എന്താ സംഭവം എന്ന്. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന. അപ്പോൾ ബാലചന്ദ്രൻ എങ്ങനെ എവിടുന്ന് വൈജയെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞോ എന്ന് എന്തെങ്കിലും ഊഹം തനിക്ക് കിട്ടിയോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പം ആർക്കും ഒന്നും അറിയില്ല. അതാണ് ശരിക്കും അതിശയം. അമ്മയ്ക്കൊന്നും അറിയില്ല, കുട്ടികൾക്കും ഒന്നും അറിയില്ല. അപ്പോൾ അലീനയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ വിവരമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുമ്പോൾ അവൾക്കറിയാമെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളലക്ഷണം അവളുടെ മുഖത്ത് കാണത്തില്ലേ? ബാലചന്ദ്രൻ നീലഗിരിക്ക് പോയ ദിവസം എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് യാതൊരു അറിവുമില്ലെന്നുള്ള കാര്യം മാലതി പറയുക. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞു. അതായത് അന്ന് ഊണ് കഴിഞ്ഞ് ബാലചന്ദ്രൻ റൂമിൽ കയറിയതിന് ശേഷം അവിടെ എന്തോ സംഭവിച്ചു എന്ന് പറയുമ്പം റൂമിൽ വെച്ചിപ്പോൾ എന്ത് സംഭവിക്കാനാണെന്ന് മാലതി അന്നേരം ചോദിക്കാം. എന്തെങ്കിലും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാകും. ആ ഫോൺ കോളിൽ നിന്നായിരിക്കും ബാലചന്ദ്രൻ വൈജയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം പറയുവാണ്. അതല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലും ഒരു തെളിവ്, അത് വൈജയെ സംബന്ധിച്ച പഴയ മെഡിക്കൽ റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ പഴയ ഡയറിക്കുറിപ്പോ ഒരു കൂട്ടുകാരി അയച്ച കത്തോ, അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ. അതൊന്നും വൈജ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. മാത്രമല്ല കല്യാണത്തിന് മുമ്പുള്ള സകല സംഗതികളും ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ എല്ലാം കത്തിച്ചു കളഞ്ഞതാണെന്നും ഞാനും കൂടി ചേർന്നാ കത്തിച്ചു കളഞ്ഞതെന്നും മാലതി പറയുവാട്ടോ. അപ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ നോക്കുവാണേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവരിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോരുന്ന സമയത്ത് തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു മാലതി. എന്നാൽ പിന്നെ തൻ്റെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അലീനയെ പറ്റിയാണെന്ന് പറയുമ്പോൾ കറക്റ്റ്, ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത് എന്ന് ഗംഗേട്ടൻ പറഞ്ഞു. അലീനയുടെ ഏജും വൈജയന്തി നെയ്റ്റാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റായ വർഷവും ഏകദേശം ഒത്തുവരുന്നുണ്ടെന്ന് പറയുമ്പം അതുമാത്രമല്ല, അച്ഛൻ എന്തുകൊണ്ട് കഴക്കൂട്ടത്തിന് പോയി അവിടുത്തെ ഒരു ഓർഫണേജിൽ നിന്ന് അലീനയെ തന്നെ തിരഞ്ഞെടുത്ത് അമ്മയെ നോക്കാൻ കൊണ്ടുവന്നു, അത് വെറും കോയിൻസിഡൻസ് മാത്രമൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണമെന്ന് പറയുകയാണ് മാലതി. നമുക്കത് ശ്രദ്ധയോടെ ആലോചിക്കണമെന്ന്. അതിനുശേഷം ഇതൊക്കെ ഓർത്ത് തല പുകഞ്ഞ് അവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് ആലോചന എങ്ങ് തുടങ്ങി. അച്ഛനെ കാണാനായിട്ട് സ്നേഹനികേതനം എന്ന ഓർഫണേജിന്റെ നടത്തിപ്പുകാരിയായ സ്ത്രീ കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും അങ്ങനെ ഒരു സ്ത്രീ അച്ഛനെ കാണാൻ കഴക്കൂട്ടത്തുനിന്ന് കൊല്ലപ്പള്ളിയിൽ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. മുൻ പരിചയം അല്ലേ? അത് തന്നെയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം. അച്ഛൻ ആ സ്ത്രീക്ക് അച്ഛനെയും അറിയാമായിരുന്നു എന്ന കാര്യം ഇദ്ദേഹം പറയാം. അപ്പൊ എങ്ങനെയുള്ളൊരു പരിചയമായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മൊത്തത്തിൽ തല പുകഞ്ഞ് ആലോചിക്കുന്നു. അച്ഛൻ ഒരിക്കലും ഒരു ഓർഫണേജിനോ ജീവകാരുണ്യ പ്രസ്ഥാനത്തിനോ ഡൊണേഷൻ കൊടുത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചാരിറ്റി മുഖേന ഉണ്ടായ ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ അച്ഛൻ തീരെ വയ്യാതിരുന്ന സമയത്ത് മനുവിനെയും കൂട്ടി മറ്റാരോടും പറയാതെ കഴക്കൂട്ടം വരെ യാത്ര ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കില്ലേ പോയിട്ടുള്ളത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും ഓർഫണേജിലെ അന്തേവാസികളെ കാണുക എന്നുള്ളത് തീർച്ച തന്നെയാണെന്ന് ഗംഗേട്ടൻ അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അലീനയെ കാണാൻ വേണ്ടി പോയതാണോ? അതിന് യാതൊരു സംശയം വേണ്ട എന്ന് മാരുതി പറയുമ്പോൾ എന്തുകൊണ്ട് അലീനയെ കാണാൻ പോയി എന്ന് ഗംഗേട്ടൻ ചോദിച്ചു. പണ്ട് രാമുണ്ണി അമ്മാമ്മയും അച്ഛനും ചേർന്ന് വൈജ പ്രസവിച്ച കുഞ്ഞിനെ ഏത് ഓർഫണേജിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഓർഫണേജിന്റെ നടത്തിപ്പുകാരിയായ സ്ത്രീയെയും അച്ഛൻ മറന്നിട്ടില്ല എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥമെന്ന് മാലതി ചോദിച്ചു. അപ്പോൾ എന്ന് വെച്ചാലോ, വൈജ അന്ന് പ്രസവിച്ച പെൺകുഞ്ഞാണ് ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുന്ന അലീന അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ, ഇങ്ങനെ വെട്ടി തുറന്ന് പറയാതെയെന്നും എനിക്ക് പേടി വരുന്നുവെന്നും മാലതി ഗംഗേട്ടനോട് പറയണം. അങ്ങനെ നമ്മുടെ അലീനയുടെ ഉറവിടം അവർ കണ്ടെത്തി. അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഗംഗേട്ടൻ എന്തിനും ചോദിക്കുക. സത്യമായിരിക്കുമോ അത് എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് സത്യം എന്നുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ മാലതി പറയുമ്പോൾ ഗംഗേട്ടൻ തല പുകയാൻ തുടങ്ങി, ആകെ ഭ്രാന്തെടുക്കാനും തുടങ്ങി. അച്ഛൻ്റെ സ്വഭാവത്തിനൊരിക്കലും ഇങ്ങനൊരു വെല്ലുവിളി ഏറ്റെടുത്ത് സ്വന്തം കുടുംബത്തിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ എന്താ ഉണ്ടാവുക?
സ്വന്തം മകളുടെ കുടുംബം തകരുന്ന ഏർപ്പാടാണെന്ന് അച്ഛൻ അറിയാഞ്ഞിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അമ്മയെ വേണ്ട പോലെ കെയർ ചെയ്യാൻ നല്ലൊരു പെൺകുട്ടി, പിന്നെ മറ്റൊന്നും ഒരു പക്ഷെ അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പം നോ അച്ഛൻ അത്രയ്ക്ക് മണ്ടനൊന്നും ആയിരുന്നില്ലല്ലോ. വരുമരാഴികളൊക്കെ ആലോചിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുത്തിട്ടുള്ളത്, മനുവിനെ ചുമതലപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. പിന്നെ അങ്ങനെയാണെങ്കിൽ മനുവും സത്യം അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ മാലതി. അവനറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അലീനയെ ഇത്ര ശക്തമായി ഗാർഡ് ചെയ്യുന്നതെന്നിങ്ങനെ ഗംഗേട്ടൻ പറഞ്ഞു. വൈജയന്തി മോളെ വിളിച്ചുകൊണ്ട് വന്ന് വെറും വീട്ടുജോലിക്കാരിയാക്കാൻ അച്ഛന് മനസ്സ് വരുമോ ഗംഗേട്ടാ എന്നൊക്കെ ചോദിച്ചു മാലതി. അതൊരു തരം ദുഷ്ടതയല്ലേ എന്നൊക്കെ ചോദിക്കുക. അതിനൊന്നും ഇവർക്ക് മറുപടിയും ഇല്ല. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. ആ കുഞ്ഞ് ജനിച്ച കാലം മുതൽ ഇന്നേ വരെ അതിനോട് നീതി കാണിച്ചിട്ടില്ല, എന്നിട്ട് പിന്നെയും അതിനോട് അനീതി കാണിക്കാൻ മനസ്സ് വരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവസാന കാലത്ത് അച്ഛൻ അത്രയ്ക്കുള്ള ശേഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് അധികാരവും സ്വത്തും ഒക്കെ പോയില്ലേ, അച്ഛനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അച്ഛൻ ചെയ്തു എന്ന് മാത്രം. ആ തിരുവനന്തപുരം യാത്ര തന്നെ അച്ഛനെ കൊണ്ട് പറ്റാത്തതായിരുന്നില്ലേ, ആ ഒരു യാത്രയാണ് അച്ഛൻ്റെ ആയുസ് പോലും വെട്ടിച്ചുരുക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു എന്ന് മാലതി അന്നേരം പറയുവാണ്. നമ്മൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല മാലതി, എല്ലാം നമ്മളുടെ ഊഹങ്ങളും സംശയങ്ങളും മാത്രമല്ലേ എന്ന് ഗംഗേട്ടൻ ചോദിക്കുവാണ്. പിന്നെ ആരോടും ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കരുത് ഇതിനെപ്പറ്റി, ഇതൊരു തീപ്പൊരിയാ കേട്ടല്ലോ. വെടിമരുന്നുമായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും ഒരു ഗോസിപ്പ് കിട്ടിയിട്ട് പൂത്തിരി കത്തിക്കാനായിട്ട്. നമ്മളിപ്പോഴും മെയിൻ പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. അത് ശരിയാ, അലീന വൈജയുടെ മകളാണെങ്കിൽ അതെങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് അദ്ദേഹം ചോദിക്കുവാണ്. എൻ്റെ സംശയം അലീനയ്ക്ക് അറിയാമോ അവൾ വൈജയുടെ മകളാണെന്നുള്ളത്? അപ്പോൾ അതൊരിക്കലും ഇല്ല. അതറിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്കും ആ വീട്ടിൽ വൈജയുടെ ആട്ടം തുപ്പും കേട്ട് കഴിയാനൊന്നും പറ്റത്തില്ല എൻ്റെ ഗംഗേട്ടാ, ചങ്ക് പൊട്ടിപ്പോവത്തില്ലേ എന്നിങ്ങനെ മാലതി ചോദിക്കുക. അപ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ബാലചന്ദ്രൻ എങ്ങനെ പിന്നെ അത് അറിഞ്ഞു? അതല്ലേ അലീനയ്ക്ക് അറിയില്ല എന്ന് നമുക്ക് വെക്കാം. അറിഞ്ഞാലും ബാലചന്ദ്രനോട് ഒരിക്കലും പറയുകയില്ല എന്നും വെക്കാം. കാരണം അത് അവൾക്ക് തന്നെ ആപത്താണെന്ന് അവൾക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ വൈജയുടെ മകളാണ് തൻ്റെ വീട്ടിൽ സെർവൻ്റായി വന്ന് നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നും വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് മാത്രമേ അയാൾ അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മാലതി പറഞ്ഞു കൊടുക്കുമ്പം ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കാം. ആ കുഞ്ഞ് 2 വയസ്സിൽ മരിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇല്ല അവൾ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അയാൾ തർപ്പിച്ച് പറഞ്ഞില്ലേ. അലീനയെ അയാൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അത് എടുത്തു പറയുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗംഗേട്ടൻ പറയുവാണ്. അങ്ങനെ പലതും ഇവർ ആലോചിച്ച് പിന്നെ വണ്ടിയിൽ കയറി പിന്നെ ഇവർ പോവുക. ആ യാത്ര തുടരുന്ന സമയത്ത് ഈ ഒരു ദുർഘടങ്ങൾക്കിടയിലൂടെ തട്ടാതെയും മുട്ടാതെയും ആരെയും മുറിവേൽപ്പിക്കാതെയും നമുക്ക് മുറിവേൽക്കാതെ സൂക്ഷിച്ച് നീങ്ങണമെന്ന് ഗംഗേട്ടൻ മാലതിയോട് പറയണം. നമുക്ക് ഒന്നും അറിയില്ല, അപ്പോൾ അത് തന്നെയാണ് സേഫ് അല്ല ഗംഗേട്ട, എല്ലാവർക്കും അതാണ് നല്ലതെന്നും പറഞ്ഞ് അവർ നേരെ വിട്ടു ഹോസ്പിറ്റലിലേക്ക്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മുടെ വൈജ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും ഇവർ വൈജയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. വൈജയെ കണ്ടു. ഡോക്ടറെ കണ്ടോയെന്ന് ചോദിച്ചു മാലതി. ഡോക്ടർ ബിസിയാ, 10 മിനിറ്റ് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം വൈജയന്തി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവരോട് ആരോടും വലിയ മിണ്ടാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നീ എന്താ ഇങ്ങനെയെല്ലാം തകർന്നതുപോലെ നിൽക്കുന്നേ? ബാലചന്ദ്രൻ ആ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കടന്നു പോകുന്നില്ലേ എന്ന് ചോദിച്ചു ഗംഗേട്ടൻ. അപ്പോൾ അയാളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടല്ലോ, ഡിസ്ചാർജ് എന്ന് വേണമെന്ന് മാത്രമേ ഇനി ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൂ. അത് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ അറിയാനും സാധിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുവാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് വൈജയ്ക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അന്നേരം അവളുടെ പരാതി അതൊന്നും അല്ല ഗംഗേട്ട, ബാലചന്ദ്രന് അവളെ കാണണ്ട, അവളോട് സംസാരിക്കണ്ട, എന്തോ വലിയ ശത്രുത ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, ഇതാണ് വൈജയുടെ ഡൗട്ടും കംപ്ലൈൻറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാലതി ഇങ്ങനെ ഗംഗേട്ടനോട് പറയുന്നു. വൈജ അതിനും പ്രതികരിച്ചില്ല. അന്നേരം വൈജ, ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് നിന്റെ പല ദുർവാശികളും ബാലചന്ദ്രന് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണെന്ന് ചേട്ടൻ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ അമ്മയോട് സംസാരിച്ചു, നിന്റെ മക്കളോട് സംസാരിച്ചു, ബാലചന്ദ്രനും നീ വെറുതെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാണ് അവരെല്ലാവരും പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ടെൻഷൻ ഉണ്ടാക്കിയെന്നാണെന്ന് ചോദിച്ചു വൈജ. അയാൾ പറയുന്നതൊന്നും നീ അംഗീകരിക്കാറില്ല, ബാലചന്ദ്രൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കൂടി തോന്നണ്ടേന്ന് വൈജ ചോദിക്കുമ്പം അമ്മയ്ക്കറിയാം ബാലചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന്, നിന്റെ മക്കൾക്കറിയാം, അറിയാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ, അത് ആരുടെ കുറ്റമാണെന്ന് മാലതി ചോദിച്ചു. എൻ്റെ മക്കൾ എന്നെ എതിർത്ത് പറയത്തില്ല. ബബിത പറഞ്ഞോ, നീ പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്നു പറഞ്ഞു. അപ്പോൾ രോഹിത് ഒരിക്കലും എനിക്കെതിരെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ വൈജ പറയുമ്പോൾ അവൻ ശരിയാണോ എന്ന് ഗംഗേട്ടൻ ഇവളോട് ചോദിക്കുക, അതായത് അനിയത്തിയോട്. അപ്പോൾ വൈജയ്ക്ക് ഉത്തരവില്ല. ആണോ, നീ പറയാൻ പറഞ്ഞു, മിണ്ടാട്ടമില്ല, തലയും കുനിച്ചിങ്ങനെ നിൽക്കുകയാണ് നേരം അവിടെ മകനെ പോഴ്ത്തിയപ്പോഴേ.
വൈജയ് നീ ശരിയാണോ എന്നും ചോദിച്ചു. ഓർമ്മ വേണം, നീ ഒരു നരകത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. നീ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ബാലചന്ദ്രനെ ഇപ്പം ഈ അവസ്ഥ വരെ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ചേട്ടൻ അനിയത്തിയോട്. അനിയത്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയെങ്കിലും നീ അയാളോട് വാദിക്കാൻ നിൽക്കരുത്. നിന്റെ ശരികൾ ശരികളല്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നും നീ അത് അയാളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുതെന്നും ചേട്ടൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഗംഗേട്ടൻ എന്തറിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുമെന്ന് വൈദ്യുതി ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയാമെന്ന് വീണ്ടും ഗംഗേട്ടൻ അനിയത്തിയോട് പറഞ്ഞു. അനിയത്തി അന്തം പെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ബാലചന്ദ്രൻ്റെ സ്വസ്ഥതയും സുഖവുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അയാൾക്ക് മനസ്സേലും ഉണ്ടാക്കുന്നതൊന്നും ചെയ്യാതിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊന്നിനും പോയില്ലല്ലോ ഗംഗേട്ട, എനിക്ക് കാണാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് നീ അടുത്ത് ചെല്ലുന്ന അസ്വസ്ഥതയാണെങ്കിൽ നീ അടുത്ത് ചെല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു മാലതി. അന്നേരത്തേക്കും ഹൈജയ്ക്ക് കരച്ചിൽ വന്നു. നീ അയാളെ ഭരിക്കാൻ ചെല്ലണ്ട, അയാൾ തീരുമാനിക്കട്ടെ ഇനി അയാളുടെ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നീ അതിൽ കയ്യും തലയും കടത്താൻ നിൽക്കണ്ട. അപ്പം പിന്നെ ഞാൻ ആരും ആ വീട്ടിൽ പെയിൻ ഗസ്റ്റോ? ഞാൻ വേറെ വല്ല വീട്ടിലും പോയി താമസിക്കട്ടെ എന്നൊക്കെ വൈജ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നെ വൈജയ്, നീ ശരിയല്ല വൈജയ്, നീ ഞങ്ങളോട് ആർഗ്യ ചെയ്തുകൊണ്ടിരിക്കുക. നീ എല്ലാവരോടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ അമ്മയോട്, സഹോദരങ്ങളോട്, മക്കളോട്, ഭർത്താവിനോട്, എന്തിന് അവിടുത്തെ സെർവൻറ്റിനോട് പോലും വാദിച്ച് ജയിക്കാൻ നോക്കുകയാണ് നീ എന്ന കാര്യം പറഞ്ഞു. ശരിയല്ല, നീ ശരിയല്ല വൈജയ് എന്ന് അദ്ദേഹം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. നീ ബാലചന്ദ്രനെ വിട്ടുകൊടുക്ക്, അയാളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, അതല്ല ഈ ഒരു അവസ്ഥയിൽ വേണ്ടതെന്ന് മാലതി ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും കൂടി ബാലചന്ദ്രനെ വോട്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കുക, എൻ്റെ പെറ്റമ്മയും കൂടപ്പറപ്പുകൾ പോലും. എല്ലാവരുടെയും ഇഷ്ടം പോലെ അതങ്ങ് നടന്നോട്ടെ, ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് വൈജ പറയുമ്പം വെറുതെ പറഞ്ഞാൽ പോരാ, വിട്ടുകൊടുക്കാനുള്ള മനസ്സും കൂടി വേണമെന്ന് ചേട്ടൻ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തു. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ കൂടെ നിന്ന് പരിചരിക്കേണ്ട കടമ ഭാര്യയ്ക്ക, ഇവിടെ എന്നെ വേണ്ട, ഓടിക്കോളാനാ പറയുന്നത്. ഇത് ഇവിടുത്തെ ന്യായമാണെന്ന് വൈജ ചോദിക്കും. വൈജ സ്റ്റോപ്പ് ഇറ്റ്, ബ്ലോഡി നോൺസെൻസ്, മിണ്ടരുത് നീ എന്നും പറഞ്ഞ് വൈജയോട് ദേഷ്യപ്പെട്ടു ചേട്ടനെ. അപ്പോഴത്തേക്കും കണ്ണൊക്കെ കലങ്ങി കണ്ണുനീരൊക്കെ ഒഴുകി. ദേ നിർത്തിക്കോളാൻ പറഞ്ഞു ചേട്ടൻ അനിയത്തിയോട്. അന്നേരത്തേക്കും കരഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്ന ഡോക്ടറെയാണ്. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ദേ നമ്മുടെ ഗംഗേട്ടൻ കയറി ചെന്നു. അദ്ദേഹം കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ബാലചന്ദ്ര മേനോൻ്റെ ബ്രദറിലോ അല്ലേ? എനിക്കറിയാം, ആർമിയിൽ നിന്ന് റിട്ടയർഡായ അതെ, റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ അതെ, ഓഫ് കോഴ്സ്, അത് പിന്നെ ബാലചന്ദ്രൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ, പിന്നെ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു, അപ്പോൾ സിവിയർ അറ്റാക്ക് ആയിരുന്നു, അപ്പോൾ ആദ്യം ഒരു സ്ട്രോക്കാണ് വന്നത്, അതിൻ്റെ പുറകെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നുള്ള കാര്യം ഡോക്ടർ പറയുമോ. അത് കേട്ട് ഗംഗേട്ടൻ ഞെട്ടിപ്പോയി കേട്ടോ. സ്ട്രോക്കിൻ്റെ ഭാഗമായി ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് പ്രവർത്തനരഹിതമായി പോയേനെ. ഇവിടെ എത്തിച്ചത് കൊണ്ട് സഡൻലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറയുകയാണ്. അറ്റാക്ക് അത്ര സിവിയർ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, എങ്കിലും അവിടുത്തെ സെർവൻറ്റ് CPR കൊടുത്തത് വളരെ നന്നായി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയും കേട്ടോ. പിന്നെ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 എണ്ണം ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു, ഒരെണ്ണത്തിനും കൂടി ഉള്ളൊരു ഫിസിക്കൽ കണ്ടീഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്നു, ഡയറ്റും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും വെയിൻ ബ്ലോക്ക് ഉണ്ടായിരുന്നിരിക്കണം. മേജർ പ്രോബ്ലം അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയാം. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓവർ ടെൻഷനാണെന്നും ഇപ്പോൾ BP വല്ലാണ്ട് അങ്ങ് കൂടിയെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗംഗേട്ടനും എല്ലാം പറയാൻ പറ്റുമോ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആ ഒരു പ്രശ്നങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ളതാണെന്നും മനസ്സിലായെന്നും ഡോക്ടർ പറയുക. തെളിവുകൾ സഹിതമല്ലേ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത്. ഗംഗേട്ടൻ അതിനൊന്നും തിരിച്ചു പറയാൻ അറിയില്ലല്ലോ, ഇല്ല, വാക്കുകളില്ല, കാരണം എല്ലാം അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുക. മിസ്റ്റർ ബാലചന്ദ്ര മേനോന് നന്നായിട്ട് അലട്ടി എന്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് 100% ഉറപ്പാണെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ബാലനോട് സംസാരിച്ചില്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഈ ടെൻഷൻ്റെ റീസൺ അങ്ങനെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അയാളൊന്നും വിട്ടു പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, ആരെയും കാണാൻ അയാൾക്ക് താല്പര്യമില്ല. ഭാര്യയോ മക്കളെയോ കാണണമെങ്കിൽ ആകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പക്ഷെ അയാൾക്ക് കാണണ്ടെന്നാണ് പറഞ്ഞത്. ദർ സംതിങ്, എന്തോ പ്രശ്നമുണ്ട് എന്നും അദ്ദേഹം ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഗംഗേട്ടന് ആകെ കൺഫ്യൂഷനായി. അയാൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഉരുകുക ഡോക്ടറുടെ മുന്നിലിരുന്ന്. അല്ലെങ്കിൽ പിന്നെ ഫാമിലിയോട് അങ്ങനെ അകൽച്ചയും കാര്യങ്ങളൊന്നും കാണിക്കില്ലല്ലോ എന്നും പറഞ്ഞു. ഗംഗേട്ടന് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പേഷ്യൻ്റ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും തുറന്നു ചോദിക്കാനും പറ്റില്ല. പേഷ്യൻറ്റിന് സ്വസ്ഥത കിട്ടുന്നത് തനിച്ച് കഴിയുന്നതിനാണെങ്കിൽ നമ്മളത് അനുവദിച്ചു കൊടുക്കല്ലേ വേണ്ട, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രനെ ഇപ്പം ആരും കാണാതിരിക്കുന്നതാണ് നല്ലതല്ലേ എന്ന് ഗംഗേട്ടൻ ചോദിച്ചു. അപ്പോൾ അതെ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് ഇദ്ദേഹം ഡോക്ടറോട് പറയാം. ഗംഗേട്ടനെ,
തൽക്കാലം സന്ദർശകരില്ലാത്തതാണ് നല്ലതെന്ന് പേഷ്യൻറ്റിന് നല്ലതെന്ന് ഡോക്ടർ തന്നെ കർശനമായെന്ന് പറഞ്ഞാൽ ആർക്കും പരിഭവം ഉണ്ടാവില്ലല്ലോ, മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ മാനിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പം മിസ്റ്റർ ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് സാറിന് അറിയാമെന്ന് തോന്നുന്നല്ലോ. എനിക്ക് ചില ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ശരിയാണോന്ന് അറിയില്ല. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ അയാളുടെ വൈഫിന് അതിനെപ്പറ്റിയൊന്നും അറിയില്ലാത്തതുപോലെയാണല്ലോ എന്നോട് സംസാരിച്ചത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നീ ഡോക്ടർ പറയുന്നു. അത് കേട്ടപ്പം അത് വൈജയന്തി അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിലോ എന്നിങ്ങനെ അദ്ദേഹം പറയും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കുക കേട്ടോ, അങ്ങനെ സംതിങ് സീരിയസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ ഡോക്ടറോട് പറയുക കേട്ടോ. അപ്പോൾ ഒരു നേഴ്സ് അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഐ എം സോറി, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നേഴ്സിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ഗംഗേട്ടൻ. ഈ ഒരു അവസരത്തിൽ ബാലചന്ദ്രൻ പൂർണ്ണമായും റിക്കവർ ആകണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയും നന്നായിരിക്കണമല്ലോ. അതുകൊണ്ട് ദെർഫോർ ബന്ധുക്കളാരും പ്രത്യേകിച്ച് പേഷ്യൻറ്റിൻ്റെ ഭാര്യ കൂടെ അയാളുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അയാളെ മാനസികമായി അലട്ടരുതെന്ന് ഡോക്ടർ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അയാൾക്ക് തനിയെ കഴിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അയാൾ അങ്ങനെ തന്നെ വിട്ടുകൊടുത്തേക്കാൻ ഡോക്ടർ ഒന്ന് ഉപദേശിക്കണമെന്നും പറഞ്ഞു. അപ്പം എല്ലാം തലയാട്ടി ഡോക്ടർ കേട്ടു. പ്രകോപനപരമായ ഒരു വാക്കോ അല്ലെ പ്രവൃത്തിയോ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്ന് കൂടി ഒന്ന് പറയണമെന്നും പറഞ്ഞു. അത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിട്ടു പോയാലും അയാൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ തിരിച്ചെത്തേണ്ടി വരുമെന്നുള്ള കാര്യം പറയുമ്പോൾ പേഷ്യൻറ്റിന് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ഡോക്ടേഴ്സ് പതിവായി നൽകുന്ന ഒരു ഉപദേശമാണ്. പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്ന് പേഷ്യൻറ്റിനെ രക്ഷിക്കണം എന്നുള്ള സജഷൻ വെക്കേണ്ടി വരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും കേട്ടോ എന്ന് ഡോക്ടർ ഇങ്ങനെ നമ്മുടെ ഗംഗേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ ഉരുകി തീർന്ന് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം കേട്ടോ, ഓക്കെ. അപ്പോൾ കൈയൊക്കെ കൊടുത്ത് ഗംഗേട്ടൻ അവിടുന്ന് പോയി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവളെന്ത് ചെയ്യുന്നു ചോദിച്ചു ഗംഗേട്ടൻ. അവളങ്ങോട്ടങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ അവളോട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതെന്ന് ഗംഗേട്ടൻ ചോദിക്കാം. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ബാലചന്ദ്രൻ ചത്താലും വേണ്ടില്ല, അവൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് മാലതി അന്നേരം പറയണം. എന്ത് ചെയ്യും മാലതി? അത് പിന്നെ നമുക്ക് സത്യം അവളോട് പറഞ്ഞാലോ, ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന്. അതോടെ ആ ഫാമിലി തകരും മാലതി. അവൾക്ക് പിന്നെ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നും തോറ്റു പോകുന്നിടത്ത് അവൾ നിൽക്കില്ല എന്ന കാര്യവും പറഞ്ഞു. അവൾ എങ്ങോട്ട് പോകും? ബാലചന്ദ്രനെയും മക്കളെയും വിട്ടിട്ട് അവൾ പൊയ്ക്കളയും. പിന്നെ കാരണം പിന്നെ അവൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല, പേഴ്സണാലിറ്റി ഇല്ല. അവൾ എല്ലായിടത്തും വെറും ഒരു ബിഗ് സീറോ ആയിരിക്കും. തോറ്റടിഞ്ഞു പോയൊരു സ്ത്രീ അവൾ സൂയിസൈഡ് ചെയ്ത് കളയുമെന്നൊക്കെ പറയുമ്പം എന്തൊരു കഷ്ടം ഇത്. ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ അവളോടൊന്ന് ചോദിക്കുമ്പോൾ വേണ്ട, നിന്നോടുകൂടി അവൾ പിണങ്ങും. ഞാൻ പറഞ്ഞാൽ മാത്രമേ അല്പമെങ്കിലും റെസ്പെക്റ്റ് അവൾ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം പറയുവാണ്. അവളെ കല്യാണം കഴിപ്പിക്കേണ്ടായിരുന്നു, നിങ്ങൾ അച്ഛനും മക്കളും കൂടി വരുത്തി വെച്ച വിനയാ ഇത്. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ അവളുടെ ജീവിതം നേരെയാക്കാനാണ് ശ്രമിച്ചതെന്ന് ചേട്ടൻ പറയാം. ഇപ്പം മനസ്സിലായില്ലേ ഒന്നും നേരെ ആവില്ല എന്ന്. എല്ലാവരും കൂടെ ചേർന്ന് അവളുടെ ജീവിതം അട്ടിമറിച്ചു. എന്നിട്ട് നേരെയാക്കാനാണെന്നും പറഞ്ഞ് ഒരുത്തൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. അയാളുടെ ജീവിതം ദേ കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മാലതി ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള പ്രവചന ബുദ്ധിയോടെയൊന്നും എല്ലാവരും ഒന്നും ചെയ്യുന്നത്. ചിലപ്പോൾ ശരിയായിട്ട് വരും, ചിലത് വാളിപ്പോകുമെന്നൊക്കെ ഇങ്ങനെ ഗംഗേട്ടൻ തൻ്റെ ന്യായങ്ങൾ ഇന്ന് ഇങ്ങനെ മാലതിയോട് പറയുന്നു. എന്താ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം? അപ്പം നീ വൈജയുടെ സൈഡിൽ മിണ്ടാതെ അങ്ങ് നിന്നാൽ മതി, എതിർക്കുകയും വേണ്ട, ദ്രോഹിക്കുകയും വേണ്ട, ഒന്നിനും വേണ്ട, മനസ്സിലായോ എന്ന് ചോദിച്ചു. പിന്നെ അവരുടെ ആർഗ്യുമെൻറ്റ്സ് വെറുതെ നിങ്ങൾ കേൾക്കുക, തല കുലുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇടപെട്ടോളാം വൈജയോട്, ഓക്കെ പറഞ്ഞാൽ മനസ്സിലായെന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.